അവര് പള്ളിയിൽ നിന്ന് ഇറങ്ങിട്ടാ. അതെ തോപ്പുമടി പോണല്ലോ. ഇപ്പഴാ വെയിറ്റ് ചെയ്യട്ടാ. ആഴ്ചയിലൊരിക്കണ ഇവരൊക്കെ ഒന്ന് അടുത്ത് കാണാൻ കിട്ടണത് അപ്പോഴാണ്. ആര്? റോസ് വില്ലയിലെ മാലാകന്മാര് വായം പൊളിച്ച് ഒപ്പം വരും. വന്നടാ. ഇതെന്താണ്? ഇതുങ്ങളെല്ലാരും കൂടി അങ്ങോട്ട് ചോര കുടിച്ച് തീർക്കുമല്ലേ ഇപ്പൊ? ഇങ്ങോട്ട് കൊണ്ടുപോ സാഹിബ്. കണ്ടതൊക്കെ മതി. ഓരോന്ന് ഇറങ്ങിക്കോളൂ ഫോട്ടോ കാണാനായിട്ട്. ഓ ഇവൾക്കൊക്കെ എന്താണല്ലോ എവിടെ മക്കളെ ഒന്ന് കാണട്ടെ. എങ്ങനെ കൂടി ഇത് കാണട്ടെ കബീറെ. ഈ ആനയുടെ ഫോട്ടോ അങ്ങോട്ട് ക്ലിയർ ആയില്ലടാ. ആനയൊക്കെ ഏജ് ഓവർ ആയില്ലെങ്കിൽ പിന്നെ നീ ആനയുടെ പഴയ ഫോട്ടോ ഒന്ന് കാണണം. ഒരുത്തനും കുടുംബത്തിൽ കിടന്നിറങ്ങൂല ഇപ്പോഴും. ഞാൻ നിന്റെ വീട്ടിലേക്കാ പോണേ. ഇത് ഞാൻ അവിടെ കൊടുത്തോളാം. അവള് പോട്ടടാ, നീ വിഷയാക്കണ്ട. അവളെങ്ങാനും കേസ് കൊടുത്ത നമ്മയൊക്കെ തൂങ്ങും. പണിയായാലും ഇപ്പൊ എന്നെ കുടുംബങ്ങളെ കൊല്ല. അതൊക്കെ കലങ്ങും. ആ സായിപ്പേ, ഹലോ ഹലോ, ബ്യൂട്ടിഫുൾ ഗേൾസ്. വടിക്കുറ്റം തീർന്ന പാർട്ടിയാണ്. ഞാൻ ഇപ്പോഴല്ലേ മൂത്തിട്ട് നോക്കിയത്. എന്താ ഏഞ്ചൽ, ഇത് നിന്റെ ബ്രദറിന്റെ. അവൻ ജംഗ്ഷനിൽ വരുന്നത് ഓട്ടോ ഓടിക്കാനല്ല, ഫോട്ടോ എടുക്കാനാ. അറിയാലോ, വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഉപദ്രവിക്കരുതെന്ന് അവനോട് പറയണം. ഇനി ഇതുകൊണ്ട് അവൻ ഒരു പെണ്ണിന്റെ ഫോട്ടോ എടുക്കരുത്. എന്റെ റബ്ബേ, നീ എന്താ പെണ്ണെ കാണിച്ചേ? ഒച്ച എടുക്കണ്ട. ബാത്റൂമിൽ കയറി ഉമ്മയും മോളൊന്ന് ചെക്ക് ചെയ്തോ. മകൻ ചിലപ്പോ ക്യാമറ വെച്ചിട്ടുണ്ടാവും. ഈ പെണ്ണിനെ നിലയ്ക്ക് നിർത്താൻ ആളില്ലേ ഇവിടെ? ഒന്ന് വേഗം പാടോ. താനെന്താണോ രാവിലെ ചാടിച്ച് അവനറിഞ്ഞാണോ? കാല് തെറ്റിപ്പോയതാ. യവനൊക്കെ എവിടെ നിന്ന് വരണ? ബോട്ടിൽ കയറണ ആദ്യമായിട്ടാണ്. നമ്മുടെ നാട്ടിൽ ഈ ബോട്ടും വഞ്ചിയൊന്നും ഇല്ലല്ലോ. എവിടുന്നാ പറഞ്ഞേ? രാജകുമാരി. അതല്ല, ഏതോ നാട്ടിൽ നിന്നാ ചോദിച്ചേ? അത് തന്നെ ഏട്ടായി പറഞ്ഞേ. രാജകുമാരി ഈ കോതമംഗലം നേര്യമംഗലം എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതുവഴി നേരെ കിഴക്കോട്ട് പോയാ മതി. രാജകുമാരി സിറ്റി വലിയ ഫേമസ് അല്ലായോ? രാജകുമാരനെ എങ്ങോട്ടാ എഴുന്നള്ളുന്നേ? ഇവിടെ ഫോട്ടോ വെച്ചിൽ ഒരു ജോലി കിട്ടിയിട്ട് വന്നതാണ്. നമ്മുടെ സൈമൺ സീ ഫുഡ്സില് കേട്ടിട്ടില്ലേ? ഈശോയെ, ദേ കപ്പല്. എന്റെ കുരിശുപള്ളി മാതാവേ, ഞാൻ എന്നതായി കാണുന്നത്? ചേട്ടായി നോക്കിയേ മാതാവ. ഒന്ന് വെറുതെപ്പ. ഇത് എവിടെന്നാണ് വരണത്? പിന്നെ മാതാവ. ഓ, എന്നാ ഒരു നിറവാ എന്റെ മാതാവേ. പാലപ്പത്തിന്റെ നിറമല്ലായോ? ഹലോ, ഒന്ന് മിണ്ടാരിടാ. എന്നാ സ്ഥലത്തെയോ എത്തുമ്പോ പറഞ്ഞേക്കാട്ടാ. അതുവരെ താനിഞ്ഞ് മിണ്ടാലണ്ടല്ല. ഞാൻ ഈ വണ്ടി ഓടിച്ചോണ്ടേ കായലിൽ തത്തും. വണ്ടി കയറിയപ്പോ തുടങ്ങിയ കത്തിയാണ്. ഓ, ഞാനൊന്നും മിണ്ടല്ലേ. എന്റെ കൺട്രോൾ പോയി കിടക്കണേ. എന്താ സിസിലി? അയ്യോ, ചിരി ഇങ്ങനെ പൊത്തിപ്പിടിച്ച് കളയല്ലേ. ചിരിക്കുന്നേ നല്ല തമാശയാണ്. എന്നോട് പറ, ഞാൻ ചിരിക്കാം. അല്ല, മുതലാളി കുറെ നേരമായല്ലോ സൗന്ദര്യം നോക്കണേ. നീയോ നോക്കുന്നില്ല, ഞാനെങ്കിലും നോക്കണ്ടേ സിസിലി? പണിയെടുക്ക വേണ്ടേ? പഴുത്ത് തുടങ്ങിട്ടോ. നല്ല കുടിയാണല്ലേ. കംപ്ലീറ്റ് ലേഡീസ് ആണല്ലോ ഇച്ചായ. ഹലോ, ആരാ? ഞാനോ? എബി. എബിയോ? അച്ഛൻ പറഞ്ഞിട്ട് വന്ന. ഏതച്ഛൻ? ആരുടെ അച്ഛൻ? രാജകുമാരിയിലെ ബദ്രഹീമിലെ പൗലോസ് അച്ഛൻ ഇല്ലയോ? ഇന്നലെ വിളിച്ചായിരുന്നല്ലോ, കത്ത് തന്നിട്ടിട്ടുണ്ട്. ഓ, ആ കുരിശ് ഈ രൂപത്തിലാണോ? ആ നീ ഒന്ന്. പുള്ളി നമ്മുടെ സ്വന്തം ആളാട്ടോ. ഞാനിവിടെയൊക്കെ തന്നെ കാണും. കാണാം.
ഒറ്റ വീക്ക് വെച്ചെന്നുണ്ടല്ലോ പോട്ടെ. എന്റെ തൊഴിലാളി മുമ്പ് വെച്ച് എന്നെ നാണം കെടുത്താൻ വേണ്ടിയാണോ പൗലോസച്ചൻ നിന്നെ കൊണ്ട് വിട്ടത്? ആ ഇരിക്ക. പൗലോസ് അച്ഛൻ പറഞ്ഞു പറഞ്ഞ് എനിക്ക് ശരിക്കും പരിചയമായി പോയി. അതുകൊണ്ടല്ല ഇച്ചായനെ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ എനിക്ക് പെട്ടെന്ന് മനസ്സിലായേ. എന്നെ കുറിച്ച് എല്ലാ അച്ഛനും എൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട്. പൗലോസച്ചൻ പറഞ്ഞ പോലെ കണ്ടിട്ട് നീ ആൾ അത്ര വെടിപ്പാണെന്ന് എനിക്ക് തോന്നുന്നില്ലല്ലോ. അയ്യോ ഇച്ചായ, സത്യമായിട്ട് ഞാൻ ഡീസന്റാ. പൗലോസച്ചൻ പറഞ്ഞല്ലേ, എന്തായാലും പെട്ടിയും കിടക്കായിട്ട് വരികയും ചെയ്തു. തൽക്കാലം ഇവിടെ കൂടിക്കും. ഇവിടെയോ? എന്നെ നാറ്റം വന്നേ. ഇവിടെ എങ്ങനെ മനുഷ്യന്മാര് താമസിക്കണേ? ഇത് അത്തറ് കമ്പനി അല്ല. ഞാൻ ഇച്ചാന്റെ വീട്ടിൽ താമസിച്ചോളാം. നല്ല കാര്യായി. എന്നാ പിന്നെ വല്ല ലോഡ്ജിലോ മറ്റോ കൂടിക്കോളാം. വാടകാശിന്റെ മറ്റോ കൊടുക്കുമോ? എടാ ഇതൊരു ടൂറിസ്റ്റ് പ്ലേസാ, അതിനൊക്കെ മുടിഞ്ഞ കാശാ. പിന്നെ ഒരു സ്ഥലമുണ്ട്, പണ്ട് എനിക്ക് പണയമായിട്ട് കിട്ടിയൊരു പഴയ ബംഗ്ലാവാ. അതിന്റെ മേലത്തെ നില ഒഴിഞ്ഞു കിടക്കുക. നീ അവിടെ കുടിക്കോ? അങ്ങനെ വഴിക്കുവാ. മാതാവിന് ഒരു കൂടെ മെഴുകുതിരി നിറഞ്ഞാ ഞാൻ പോന്നെ. പിന്നെ ഒരു കാര്യം, ആ വീടിന്റെ താഴത്തെ നിലയില് 3 സ്ത്രീകളാ താമസിക്കുന്നത്. ആ വീടിന്റെ അവകാശികളാ അവര്. ഓ നന്നായി. മിണ്ടിയും പറഞ്ഞിരിക്കാൻ ആളുണ്ടല്ലോ, ബോറടിക്കില്ല. നീ അങ്ങനെ ബോറടി മാറ്റണ്ട. മാത്രമല്ല ആ ഭാഗത്തേക്ക് നീ നോക്കണ്ട. ഇവിടുത്തെ തിരക്കൊന്നും ഒഴിയട്ടെ, ഞാൻ കൂടെ വന്ന് എല്ലാം ഏർപ്പാടാക്കി തരാം. പിന്നെ ഇച്ചാന വഴിയെന്ന് പറഞ്ഞേ, ഞാൻ പൊക്കോളാന്നേ. എടാ അത് ഇത്തിരി ദൂരെയാ. അതൊന്നും സാരമില്ല. എന്നതാ അവിടുത്തെ പേര് പറഞ്ഞേ? റോസ് വില്ല. അത് കഴിഞ്ഞില്ലേ അനി? നോ, ഏഞ്ച് പോയപ്പം വെള്ളനൂല് വാങ്ങുന്ന കാര്യം പറയാൻ മറന്നുപോയി. ഒരു സെൽഫോൺ വാങ്ങാൻ പറയണം അവളുടെ അടുത്ത്. മറക്കുന്ന കാര്യങ്ങൾ ഓർമ്മ വരുമ്പോ വിളിച്ചു പറയാലോ. വേഗം പറയണേ, എന്നിട്ട് വേണം അവൾക്ക് ഹെലൻ ഗ്രാൻഡ്മയുടെ ഗോസ്റ്റ് കയറാൻ. ആ വന്നെന്ന് തോന്നുന്നു. ഹലോ അനി, മേഴ്സി എവിടെ? What you want? ഓ വെറുതെ അല്ല, കാര്യം നമ്മ ഇവിടെ അടുത്താണ് താമസിക്കണെങ്കിലും നിങ്ങയൊക്കെ ആയിട്ട് സംസാരിച്ചിട്ട് ഒരുപാട് നാളായില്ല. ഓരോരോ തിരക്ക്, ഈ ബിസിനസ് ഒക്കെ ആയിട്ട് അങ്ങനെ. അത് എഡിയുടെ ബിസിനസ് എന്താണെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. അതിനെ ഒരുത്തിയെ കൊണ്ടുവന്ന് താമസിപ്പിച്ചിട്ടുണ്ടല്ലോ. ഹൈ ഡോണ, അതെന്റെ അകന്ന റിലേഷനിൽപ്പെട്ടൊരു കുട്ടിയാ. കൊറേ ആയി ഞങ്ങൾ ഓൺ ചെയ്യുന്നു. ഇനി നൈറ്റിൽ അവിടെ കാറുകൾ വരുന്നത് കണ്ട ആ ഹൗസ് ഓണർക്ക് ഞങ്ങൾ കംപ്ലൈന്റ് ചെയ്യും. അയ്യോ ചതിക്കല്ലേ, ജീവിക്കണ്ടേ മേഴ്സി? ജീവിക്കാൻ ഇങ്ങനെ ഒരു ജോബേ എഡിക്ക് കിട്ടിയുള്ളൂ. അയ്യോ നമ്മക്കല്ല, ഡോണക്ക് കാണാൻ സൗന്ദര്യമുണ്ട്, നല്ല ആരോഗ്യമുണ്ട്. അത് വാങ്ങാൻ ധാരാളം ടൂറിസ്റ്റുകളും വരണുണ്ട്. ചോദിക്കണ മണിയും കിട്ടും. പിന്നെന്നാണ് പ്രോബ്ലം? പിന്നെ നിങ്ങ അറിഞ്ഞ ഡോണ കാറ് വാങ്ങാൻ പോണേണ്. നിങ്ങ ഒന്ന് മനസ്സിൽ വെച്ചാ നിങ്ങക്ക് മേടിക്കാൻ കാറ് എല്ലാ സെറ്റപ്പ് ഈ എഡിയെങ്കിലും ചെയ്തു തരാം. ഇറങ്ങിപ്പോ, ഏഞ്ചൽ വരാറ്. അവളെ നിങ്ങ പേടിച്ചാ മതി. അല്ലെങ്കിൽ തന്നെ അവള് നിങ്ങളെ മദറൊന്നും അല്ലല്ല. പിന്നെ എന്തിനാ നിങ്ങ അവളെ പേടിച്ചിരിക്കുന്നത്? അവൾ ഒരുത്തിയാ നിങ്ങളെയൊക്കെ അടച്ചു പൂട്ടിയിട്ടിരിക്കുന്നത്. അതെ, ഞാനേ ഒരു കേക്കിന് ഓർഡർ കൊടുക്കാൻ വന്നു. പിന്നെ മോളെ എഡിയങ്ങള് അത് അനിയെ വിട്. മേഴ്സി പാവം, അവളിങ്ങനെ നിർത്തിയാ മതിയോ? അവക്കും വേണ്ട ഒരു ലൈഫ്. നീ കണ്ട ഒരിക്കൽ നിന്റെ ഈ ആന്റിമാരെയൊക്കെ നമ്മ ഇവിടുന്ന് ചാടിക്കും. വേണ്ടി വന്നാ നിന്നെ ചാടിക്കും, ഊർച്ചിട്ടോടി. എന്നിട്ട് കഞ്ചാവ് പൊടിച്ച് ഒട്ടായി നടക്കുന്ന സായിപ്പന്മാർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കും. ഫ്രീ ആയിട്ട്. സൈമൺ സാറോ? പിന്നല്ലാതെ, ഒറ്റയ്ക്ക് പോണ്ട, കൂടെ വരാന്ന് പുള്ളി പറഞ്ഞതാ. ഞാനാ പറഞ്ഞ വേണ്ടാന്ന്. ഈ അഡ്രസ് ഒക്കെ കണ്ടുപിടിക്കാൻ ഒക്കത്തില്ലേ? പിന്നെ നമ്മളൊക്കെ എന്നെ അതിന് ആണായിട്ട് ജനിച്ചത്. എനിക്ക് ഈ ലോഡ്ജും ഹോട്ടലും ഒന്നും പറ്റത്തില്ലാന്നേ. വീടാവുമ്പോ നമ്മുടെ ഇഷ്ടത്തിനാവാലോ. ചേച്ചിക്ക് എന്നെ ഇഷ്ടമായോ? ഇനി ഞാനുണ്ടാവും കുറെ നാള് നിങ്ങളുടെ കൂടെ. പാക്കേജ് ആണോ? അങ്ങനെയും പറയാം. പക്ഷെ എനിക്കും എടുക്കുമ്പോ ആ നിമിഷം ഞാൻ എന്റെ വീട്ടിലേക്ക് പോകും. അതിപ്പോ നമ്മതമ്മീ റേറ്റിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഓ, അതൊക്കെ നിങ്ങൾ സൈമച്ചാനായിട്ട് ആലോചിച്ച് തീരുമാനിച്ചോന്നേ. അല്ല,
ഇങ്ങനെ ഒരു ചേട്ടൻ ഇവിടെ ഉള്ള കാര്യം ഇച്ചാൻ പറഞ്ഞില്ലായിരുന്നല്ലോ. ഞാൻ അങ്കിളാണേ, വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ വന്നും പോയി. അല്ല എന്റെ മുറി എവിടെയാ, ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട്. ധൃതി വെക്കലേ എന്റെ മോനെ, പാക്കേജല്ലേ, സമയമുണ്ട്. കൊച്ചു കള്ള. ഏഞ്ചൽ, ഡിന്നർ എടുത്തു വെച്ചിട്ട് എത്ര നേരമായി? വാ, നീ എന്തിനാ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നേ? ആ റാസ്കലിനെ പോലീസ് പൊക്കിക്കൊണ്ടു പോകുന്ന എനിക്ക് കാണണം. നീ വന്നേ, നമ്മളൊന്നും ശ്രദ്ധിക്കണ്ട. വാ. ഞാൻ പറഞ്ഞല്ലോ ചേട്ടാ, ഈ ഓട്ടോക്കാര് പറ്റിച്ച പണിയാ. ഞാൻ ഈ റോസ്വില്ല അന്വേഷിച്ചു വന്നു. ദാ, ആ കാണുന്നത് റോസ്വില്ല. ഓ, ഈ ഓട്ടോക്കാരുടെ ഓരോ പരിപാടി. മേലെ ഈ ഏരിയ കണ്ട അടിച്ചിന്റെ അവിടെ ഒന്നല്ല 3 ഉണ്ട്. കൊണ്ടുപോയി തിന്നെ. ആകെ പെട്ടു പറഞ്ഞാ മതിയല്ലോ. റോസ്വില്ലിലേക്കാ പോണ്ടേ 100 വട്ടം ഞാൻ ആ ഓട്ടോക്കാരനോട് പറഞ്ഞ. അയാള് പറ്റിച്ച പണിയാ. വീട് മാറി കേറിന്നേ. എന്താ എന്താ കാര്യം? ഞാനിവിടെ താമസിക്കാൻ വന്നതാ. സൈമച്ചാനെ എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടെ. ഇച്ചാൻ ഫോൺ ചെയ്ത് പറഞ്ഞില്ലായിരുന്നോ? ഇല്ലേ, ഈ രാത്രി ഞാൻ അങ്ങോട്ട് പോവാനാ. താമസിക്കാൻ വന്നതാ. എന്താ ഇവിടെ? കുട്ടിയാണോ ഫോൺ ചെയ്തത്? ഇവിടെ കിടന്ന് ബഹളം വെക്കുന്നു. എന്താണ് എന്റെ പ്രശ്നം? സാർ, ഞാൻ നീ ഏതാടാ? രാജകുമാരിയില്. രാജകുമാരി ഓരോ വിടക്കൾ ഇറങ്ങിക്കളും മനുഷ്യന് പണിയുണ്ടാക്കാൻ. ബർത്ത്ഡേക്ക് കേക്ക് വാങ്ങി കട്ട് ചെയ്യാം. വിസ്കിയും ബിയറും ഫുഡും വിളമ്പി നാട്ടുകാരെ വിളിച്ച് സെലിബ്രേറ്റ് ചെയ്യാം. എന്നിട്ട് കേക്കിന്റെ കാശ് ചോദിക്കുമ്പോൾ മാത്രം എല്ലാവർക്കും എന്താ ഒരു ഡിലേ? 100 കുറ്റും. എന്താ അനിമ? വാട്ട് ഹാപ്പൻഡ്? സൈമൺ വന്നിരുന്നു. എന്തിന്? ഹലോ, ഞാൻ എബി, സൈമൺ സീ ഫുഡ്സിലെ സൈമച്ചായം പറഞ്ഞിട്ട് മനസ്സിലായില്ലേ? ഇന്നലെ രാത്രി ഹലോ, പരിചയപ്പെട്ടില്ലല്ലോ. ഹലോ, ഇതെന്നെ പോകാന്നേ. ഞാൻ ഒന്ന് പറയട്ടെ. ഒന്ന് കുഴപ്പമായോ? പിന്നെ സൈമണോട് നമ്മൾ നോ പറയണോ? ഇതിപ്പോ അയാളുടെ വീടാ. നിന്റെ ഡാഡി അയാൾക്ക് പണയം വെച്ച വീട്. നിനക്കതറിയാലോ. കാശ് ചോദിക്കാനും നമ്മളെ ഇവിടുന്ന് ഇറക്കി വിടാനും കാലം എത്രയായിട്ട് സൈമൺ വരാതിരുന്നത് അയാളൊരു ജെന്റിൽമാൻ ആയതുകൊണ്ടാ. നമ്മുടെ സിറ്റുവേഷൻ അറിയാവുന്നത് കൊണ്ടാ. ആ സൈമൺ വന്ന് നിർബന്ധിക്കുമ്പോ നോ പറയാൻ ഞങ്ങൾക്ക് എങ്ങനെ കഴിയും? Tell me, നിങ്ങൾക്ക് എന്താ? പുറത്തിറങ്ങി ആളുകളെ ഫേസ് ചെയ്യേണ്ടത് ഞാനാ. ആകെ അല്പം സ്വസ്ഥതയുള്ളത് ഈ വീട്ടിലാ.
അത് കളയാൻ ആര് പറഞ്ഞിട്ടായാലും അങ്ങനെ ഒരുത്തൻ ഇവിടെ വേണ്ട. ഞാൻ സമ്മതിക്കില്ല. എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. ഏഞ്ചൽ, no, ഏഞ്ചൽ. അനിമ, 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 ഏഞ്ചൽ, അനിമ, ഏഞ്ചൽ, അനിമ, 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 നീ പോയി ഡോക്ടറെ വിളിക്ക്. മെന്റലി സ്ട്രെയിൻ ചെയ്തതിന്റെ നോക്കണ്ട, ഒരു അടി വെച്ചത് ഞാൻ അവിടെ ഹോസ്പിറ്റലിൽ ഒരു 100 കൂട്ടം പണിയുള്ളപ്പോഴാ. അങ്കിൾ ആ താങ്ക് യു. ആ എന്നിട്ട് എവിടെ? അയാളുടെ മുകളില് ഞാൻ കണ്ട് സംസാരിക്കണോ സൈമനോട്? വേണ്ട, അവനെ ഇവിടെ നിർക്കാൻ ഞാൻ മാത്രം മതി. വെറുതെ വേണത്തിനും നിൽക്കണ്ട. അങ്ങനെ ഒരു പോർഷൻ ഈ വീട്ടിൽ ഇല്ലാന്ന് കരുതിയാൽ മതി. എന്തിനും ഏതിനുള്ള നിന്റെ ഈ എടുത്തുചേട്ടമുണ്ടല്ലോ, അതാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. ആ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. ആലോചിച്ച് മറുപടി പറഞ്ഞാൽ മതി. 3 പേരോടും കൂടെ പറയുന്നേ. എന്താ നിങ്ങളുടെ പ്ലാൻ? ഇങ്ങനെ അങ്ങ് ജീവിച്ചു തീർക്കാനാണോ? അതുപോരാ. എന്നോടൊരാൾ മെഴ്സിയെ കുറിച്ച് അന്വേഷിച്ചു. ഐ മീൻ എ മാരേജ് പ്രപ്പോസൽ. സാമുവൽ അങ്കിൾ പറയൂ, ആരാ? വൺ മിസ്റ്റർ ജസ്റ്റിൻ. ആളൊരു വിഡോവറാണ്. ഈ സെക്കൻഡ് മാരേജ് ആണെന്ന് വെച്ച് തള്ളിക്കളയേണ്ട കാര്യമൊന്നുമില്ല. ആ ബന്ധത്തിൽ അയാൾക്ക് കുട്ടികളോ മറ്റ് ലയബിലിറ്റീസോ ഒന്നുമില്ല. കുറേ വർഷങ്ങളായിട്ട് എനിക്കറിയാം. മെഴ്സിയെ പള്ളി വെച്ചവർ കണ്ടിട്ടുണ്ട്. അവർക്ക് വേറെ ഡിമാൻഡ്സ് ഒന്നുമില്ല. ഇനി മെഴ്സിയുടെ സമ്മതമാണ്. സോറി അങ്കിൾ, ലീവ് മീ. മെസ്സിമ, നീ വെറുതെ ഇരി. മെഴ്സിമ പ്ലീസ്. നോ ഏഞ്ചൽ, എൻ്റെ മാരേജ് കഴിഞ്ഞതുകൊണ്ട് നമ്മുടെ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ആവോ? വരുന്നയാള് നിന്റെ പപ്പയെ പോലെ ഒരു ക്യാരക്ടർ ആണെങ്കിലോ? അതെല്ലാരും അങ്ങനെ ആവണമെന്നുണ്ടോ? ഐ നോ, ബട്ട് ഞാൻ ഇവിടുന്ന് പോയാ വയ്യാത്ത അനിമയെ കൊണ്ട് തനിച്ച് നീ എന്ത് ചെയ്യും? ഏഞ്ചൽ, ഇനി നിനക്കാണ് ഒരു ലൈഫ് ഉണ്ടാവേണ്ടത്. എനിക്കും അനിമയ്ക്കും ഇപ്പൊ അങ്ങനെ ഒരു ഡ്രീമേ ഉള്ളൂ. നിന്റെ ലൈഫ്, നിന്റെ ഫ്യൂച്ചർ. അതെ, നിങ്ങളുടെ ലൈഫ്, നിങ്ങളുടെ ഫ്യൂച്ചർ. അതേ ഞാനും ആലോചിച്ചുള്ളൂ. എൻ്റെ ഫിലിപ്പിൻ്റെ മക്കൾ എൻ്റെയും മക്കളാ. ആ സ്നേഹവും സ്വാതന്ത്ര്യം ഉള്ളത് കൊണ്ടാണ് നല്ലൊരു പ്രപ്പോസൽ വന്നപ്പോൾ ഞാൻ വന്ന് പറഞ്ഞത്. തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. എന്തായാലും ലൈഫ് വേസ്റ്റ് ചെയ്യരുത്. പതുക്കെ കഴിച്ചാൽ മതി. കലക്കനായിട്ടുണ്ട് കേട്ടോ. എന്നാ ഒരു ടേസ്റ്റാ. കൊച്ചേർക്കൻ എന്ന് ഇവിടുന്നാന്നോ തീറ്റ? കൊച്ചിറക്കനോ? ആ കൊച്ചേർക്കനെ. നാട്ടിലെല്ലാരും അവനെ കൊച്ചെന്നാണേ വിളിക്കുന്നത്. ഈ എബി ഗോപിന്നൊന്നും പറഞ്ഞാൽ അവിടെ ആർക്കും അറിയില്ല. ജോസൂഞ്ഞിന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? വീടുണ്ടായിട്ട് വേണ്ട വീട്ടുകാരുണ്ടാവൻ. എനിക്ക് അങ്ങനെയൊന്നും പറയാൻ ആരും ഇല്ലെന്നേ. ഓ, ആ ഒരു കാര്യത്തിൽ കർത്താവ് തമ്പുരാൻ ജോസൂഞ്ഞിനോട് പിശുക്ക് കാണിച്ചു. പക്ഷേങ്കിലേ ദൈവം തമ്പുരാൻ നേരിട്ടിറങ്ങി വന്നവരൊരാളെ ഞങ്ങൾ രാജകുമാരിക്കാർക്കുണ്ട്. പൗലോസച്ചൻ. ആ പൗലോസച്ചൻ എന്നെ വളർത്തിയതേ പള്ളി വക അനാഥ മന്ദിരത്തിൽ. പാവം ഇപ്പൊ അവിടെയും വലിയ കഷ്ടപ്പാടാന്നേ. എന്നെ കൊണ്ടാവുന്ന പോലെ എന്തെങ്കിലും ജോലി എടുത്ത് പൗലോസച്ചനെ ഒന്ന് സഹായിക്കണമെന്നുണ്ട്. എവിടെ, പാവങ്ങൾക്ക് എന്നും പാതാളം തന്നെ. എബിയോട് പറഞ്ഞാൽ ഹെൽപ്പ് ചെയ്യില്ലേ? ആര് കൊച്ചോ? നല്ല കാര്യമായി. അവൻ തന്നെ കരക്കാരുടെ ചെലവില്ലയോ കഴിയുന്നേ. അപ്പൊ എബി പറഞ്ഞല്ലോ അവര് വലിയ കാശുകാരാണെന്നും നാട്ടില് വലിയ വീടുണ്ടെന്നും. ബദ്ലഹേം എന്ന വീടിന്റെ പേരെന്നും ഒക്കെ. എന്റെ മാതാവേ, നീ തന്നെ ചിരിപ്പിച്ച് കൊല്ലും. അവൻ പറഞ്ഞത് നേരാ. ബദ്ലഹേമിലാ അവന്റെ താമസം. പക്ഷെ അത് അവന്റെ വീടല്ല. പ്രായമായവരെയും ആരും നോക്കാനില്ലാത്തവരെയൊക്കെ കൊണ്ട് താമസിപ്പിക്കുന്ന പള്ളി വക കെട്ടിടവാ. അവിടെയാ ഇപ്പൊ അവന്റെ പപ്പ. ഈ പാട്ടിന്റെ ഒക്കെ വലിയ ആളായിരുന്നു കേട്ടോ അവന്റെ പപ്പ. ബോംബെയിലോങ്ങാണ്ടായിരുന്നു പണ്ടവര് താമസം. പറഞ്ഞിട്ട് തന്നെ ആ കാര്യം. പുള്ളി കുത്തിവെക്കുന്ന മയക്കുമരുന്നിന്റെ ആളായിരുന്നേ. ആ ഒടുക്ക സഖി കെട്ടപ്പം താലിയും വലിച്ചു പറിച്ച് പപ്പാടെ മുഖത്തോട്ട് എറിഞ്ഞിട്ട് അവന്റെ മമ്മി ഒരൊറ്റ പോക്ക. അന്നീ കൊച്ചു തീരെ കൊച്ച. പിന്നെ എങ്ങനെയോ ഞങ്ങളുടെ നാട്ടിൽ വന്ന് പെട്ടതാ കൊച്ചു അവന്റെ പപ്പായ. സ്വന്തം എന്ന് പറയാനൊരു വീടുണ്ട്. പക്ഷെ അതിപ്പോ പൂട്ടിക്കിടന്ന് ചെതലരിച്ചു. പപ്പയുടെ ചികിത്സയ്ക്ക് തന്നെ ഒരുപാട് കാശാവും. അതൊക്കെ ഉണ്ടാക്കാനാ അവൻ ഈ ചെമ്മീൻ കമ്പനി പണിക്ക് വന്നത്. പാവം.
അവനിതൊന്നും ആരോടും പറയില്ല, നീ സഹതാപം കാണിക്കുന്നു പറഞ്ഞു. അവനൊന്നും ഇഷ്ടമല്ല. എബി, ഓ ഒരു ഗസ്റ്റ് ഉണ്ട്. ഗസ്റ്റോ? എനിക്കോ? എടാ ജോസ്, എന്നാടാ ഇത്? ചിക്കനാ? ഇതല്ലടാ, ഇത് എന്നാ ഒരു വരവാ? നീ ഇതെങ്ങനെ ഇവിടെ എത്തി? അതൊക്കെ എത്തി. അല്ലടാ നീ എന്നെ ഈ പെങ്ങന്മാരെയൊക്കെ പറഞ്ഞു പറ്റിച്ചേക്കുന്നേ. നിന്റെ പപ്പ ഏതാണ്ട് വലിയ പപ്പ അല്ലല്ലോ, ഡാഡി അല്ലേ. ഞാൻ അങ്ങനെയല്ലേ വിളിക്കാറ്. ഇവരെല്ലാം മറന്നു. ഡാഡിയോ? എന്നാ നീ ഡാഡി? ഇങ്ങ് വന്നേ, ഞാൻ ചോദിക്കട്ടെ. നിക്കടാ കാര്യം പറയടാ. നീ അങ്ങ് ക്ഷീണിച്ച് നിറമൊക്കെ പോയല്ലോ, എന്ത് പറ്റണം? നീ ഇതെന്നെ അതിനെ എന്നെ പിടിച്ച് തള്ളുന്നേ. നിന്നോട് ആരാ ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയെടുക്കാൻ പറഞ്ഞു? എടാ മിനിഞ്ഞാന്നെങ്ങാണ്ട് സൈമൺ അച്ചായൻ പൗലോസിനെ വിളിച്ച് പറഞ്ഞത് ഇങ്ങോട്ട് ആരെങ്കിലും ഒന്ന് പറഞ്ഞു വിടാൻ. എന്നാത്തിന്? സംഭാവന കാശ് എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് ബെത്ലഹേമിലോട്ട്. എന്നാ അതും വാങ്ങിച്ചോണ്ട് വാടാന്ന് പറഞ്ഞ് പൗലോസിന് എന്നെ പറഞ്ഞു വിട്ടതാ. കൂട്ടത്തിൽ നിന്നെ ഒന്ന് കാണാമല്ലോ. അല്ലടാ നീ എന്നൊക്കെ ഇവിടെ പറഞ്ഞു വെച്ചേക്കുന്നേ. നിന്റെ കൊല്ലി ഞാൻ. എന്തെങ്കിലും നീ പറഞ്ഞോടാ. ഞാൻ പറയൂടാ, നിന്നെ എനിക്കറിയത്തില്ലയോ? നീ നല്ല ഗമയിലങ്ങ് നടന്നോ നീ. എടാ കൊച്ചേ, ഇവിടെ എന്തുമാത്രം മദാമ്മമാരാടാ, അതും കൊച്ചിനിക്കറിട്ടോണ്ട്. ഓ, എന്റെ ആപ്പീസ് അടച്ചു പോയി. ഇവിടെയൊക്കെ ഒന്ന് ചുറ്റി നടന്ന് കണ്ട് പറ്റുമെങ്കിൽ ഒരു മദാമേനെയും കൊണ്ട് ഞാൻ ഇനി രാജകുമാരിക്കുള്ളൂ. എന്റെ മാതാവേ, എടാ വൃത്തികെട്ടവനെ, അവന്റെ കോഴിക്കാലും. ഇതെന്നാ ചെയ്തായി പോയി. That's the place. Let the place kick. വന്ന വരവ് കണ്ട ചെക്കനാള് പുലിയാണ് കേട്ടാ. വായുധ ഇങ്ങനെ മസിൽ പിടിച്ചും ഡയലോഗ് അടിച്ചും കാലം കഴിക്കുകയുള്ളു. ഉറമ്പണിക്കാർ ചെക്കന്മാർ ഹോസ്പിറ്റലിലേക്ക് അർമാദിക്കണേ. ഇത് എന്നെ ഇടപാടാ ചേട്ടാ ഈ കാണിക്കുന്നേ. മനുഷ്യനിപ്പോ വീണ് ചത്തേനല്ലോ. കുടുംബത്തോട്ട് അങ്ങ് തിരിച്ചു ചെന്നേക്കാന്ന് പറഞ്ഞാന്നോ കാലത്തെ വണ്ടി എടുത്തോണ്ട് പോന്നേ. എന്റെ മാതാവേ, മുട്ടാൻ നിക്കണ്ടടാ കൊച്ചേ. അലമ്പ് പാർട്ടീസാ, കണ്ടാലറിയാം. അല്ലേ? വിട്ടോണം, വിട്ടുപോയിക്കോണം റോസ്വില്ലെന്ന് ഇന്ന് തന്നെ. അതെന്റെ കളവാണ്. അവിടെ ഇറങ്ങി കളിക്കാൻ നിൽക്കണ്ട. എനിക്കത് ഇഷ്ടമല്ല. മനസ്സിലായടാ? ഇല്ലെങ്കിൽ എന്നോട് ഇവിടെ നിന്ന് പോകാൻ പറ. ഇയാളാരാ? അത് സൈമച്ചായം പറയുമ്പോ ഞാൻ ഉള്ള ജീവൻ കായല് കളയാണ്ട കുടുംബത്തിൽ പോകാൻ നോക്കണം. പന്നിയുടെ മക്കളെ പൈക്കണ്ടൊക്കെ അവിടുന്ന്. ഓ, ഇതൊന്നും ഓർത്ത് വെറുതെ നിങ്ങൾ വിഷമിക്കേണ്ടെന്നേ. എനിക്കിതൊക്കെ ശീലമാണ്. പിന്നെ തല്ലും കൊണ്ടിരിക്കുമ്പോ തിന്നാൻ ഇതുപോലെ ആപ്പിള് കിട്ടാറില്ല എന്നൊരു വ്യത്യാസമേ ഉള്ളൂ. റെസ്റ്റ് എടുത്തോളൂ, സൈമൺ അങ്കിളിന്റെ അടുത്ത് ഞാൻ പറഞ്ഞോളാം. ഓ പിന്നെ, എന്നിട്ട് വേണം പുള്ളി ജില്ല വിട്ടു പോവാൻ. അങ്ങേരുടെ പേര് പറഞ്ഞപ്പോഴാണ് ആദ്യത്തെ ചവിട്ട് കിട്ടിയത്. എന്തെങ്കിലും വേണമെങ്കിൽ വിളിച്ചാൽ മതി, ഞാൻ താഴെ ഉണ്ടാവും. ഏഞ്ചൽ, ഞാൻ ഇവിടുന്ന് മാറിയാലോന്നാ. വെറുതെ എന്നാത്തിന് ഓരോരോ പ്രശ്നങ്ങള്. പേടിയുണ്ടോ? അതുകൊണ്ടല്ല, നിങ്ങൾക്ക് വെറുതെ. എബി ഇവിടുന്ന് മാറി താമസിച്ചതുകൊണ്ട് ഈ പ്രോബ്ലം ഒന്നും തീരുന്നില്ല. ഈ സിറ്റുവേഷനിൽ താൻ ഇവിടുന്ന് ഇറങ്ങിപ്പോയി എന്നറിഞ്ഞാൽ ജയിക്കുന്നത് ഹെൻറി ആയിരിക്കും.
കർത്താവ് തമ്പുരാൻ കുരിശേ കിടന്ന കിടപ്പ് നീ ഓർക്കുന്നുണ്ടോ? ആ എന്നാ അതുപോലൊരു കുരിശേ നിന്നെ കിടത്ത് വന്നാ അവൾ ആ പറഞ്ഞേച്ചും പോയതിൻ്റെ അർത്ഥം. എന്റെ കൊച്ചെ, നമുക്ക് നല്ല അന്തസ്സുള്ള അടി നാട്ടിൽ നിന്ന് കിട്ടത്തില്ലയോടാ. ഇവിടെ വന്ന് കിടന്ന് കണ്ട കൊണ്ടവിടെ തല്ലു കൊള്ളണോ? എടാ അവളതൊക്കെ പറയും. അവക്ക് വരും ഡയലോഗ് സീനിലേ ഉള്ളൂ. സംഘടന സീനി നമ്മളാ. ഓ നീ നേരം കളയാതെ ഇവിടുന്ന് മാറാൻ നോക്ക്. ഇല്ലടാ ജോസേ, ഇനി ഏഞ്ചലും ഈ വീട്ടിലെ ആ പാവം ആന്റിമാരും ആരുടെ മുന്നിൽ തോക്കരുത്. ഡാ എന്നതാ നിന്റെ മനസ്സിൽ? പ്രേമം. അപ്പൊ ഇവന് ഏഞ്ചലിനോട് പ്രേമം തോന്നി തുടങ്ങിയിരിക്കുന്നു. കൊള്ളാം. ഇച്ചായ വിചാരിക്കണ പോലെ അതങ്ങനെ ഒരു ഇഷ്ടമല്ല ഇച്ചായ. എനിക്ക് അവളോട് സ്നേഹമാണോ ബഹുമാനമാണോ ആരാധനയാണോ അതൊന്നും എനിക്കറിയാൻ മേല. പക്ഷെ ഏഞ്ചൽ അടുത്ത് വരുമ്പോൾ എന്നോട് മിണ്ടുമ്പോൾ ചിരിക്കുമ്പോൾ എന്തോ ഒരു ഇത്. ഈ ഫീലാണ്ട യഥാർത്ഥ ലവ്. പരസ്പരം പ്രണയിക്കാൻ ദൈവം തരുന്ന സിഗ്നലാണത്. ഡിവൈൻ ലവ്. Happy birthday. Many, many happy returns of the day. എബിക്കറിയോ, എൻ്റെ ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ എൻ്റെ മമ്മി എൻ്റെ പപ്പയെ കൊന്ന ദിവസം കൂടിയാണ്. ഞാൻ അനാഥയായ ദിവസം. എന്നിട്ടും ഇന്ന് ഞാൻ എല്ലാത്തിനും കൂട്ടുനിന്നത് എൻ്റെ ആനിമയും മേഴ്സിമയും അവരുടെ സന്തോഷത്തിന് വേണ്ടിയാ. അന്ന് എൻ്റെ മമ്മി ബർത്ത്ഡേ ഗിഫ്റ്റായി വാങ്ങി തന്നതും ഒരു വയലിനായിരുന്നു. എനിക്കുള്ള മമ്മിയുടെ ലാസ്റ്റ് ഗിഫ്റ്റ് ഇന്നിപ്പോൾ എബിയും. ജയിലിൽ വെച്ച മെൻ്റലി ഡിസോർഡറായ മമ്മി സെല്ലിൽ തലയിടിച്ച് മരിച്ചത്. അന്നതറിഞ്ഞപ്പോൾ ഒന്ന് കരയാൻ പോലും കഴിഞ്ഞില്ല എനിക്ക്. ബാക്കി വെച്ച ആ കരച്ചിലാണ് എബി, എൻ്റെ മ്യൂസിക്. സ്നേഹിച്ചവരെല്ലാവരും ഞങ്ങളെ വേദനിപ്പിച്ചിട്ടേ ഉള്ളൂ. പേടിയാണ് എബി, അപവാദങ്ങളെ, ചുറ്റിനുള്ള ആളുകളെ, എല്ലാവരെയും. എന്തൊക്കെ ഈ ആലോചിച്ച് കൂട്ടുന്നേ? ഈ മൂഡ് ഏഞ്ചലിന് ഒട്ടും ചേരത്തില്ല. ആ ധൈര്യമൊക്കെ എവിടെ പോയി? ധൈര്യം? അത് ധൈര്യമൊന്നുമല്ല. ഉള്ളിലെ സങ്കടമൊക്കെ ആരും അറിയാതെ അടക്കി പിടിച്ച് വന്നു ചേർന്ന ഒരവസ്ഥയാണ്. അല്ലാതെ ആ പറഞ്ഞ നേരാ. ഉള്ളിൽ ഒരുപാട് സങ്കടമുള്ളവരാരും അതൊന്നും മറ്റാരോടും പറഞ്ഞുകൊണ്ട് നടക്കാറില്ല. ഞാനും അങ്ങനെയാ. പൗലോസ് അച്ഛൻ പറയും, കുറേ ചിരിച്ചും ചിരിപ്പിച്ചും പൊങ്ങച്ചൻ പറഞ്ഞും ഇല്ലാത്ത ഗമ കാണിച്ചും ഞാൻ എന്നെ തന്നെ പറ്റിച്ചോണ്ടിരിക്കുകയെന്ന്. കഴിഞ്ഞുപോയ ദുരന്തങ്ങളെ ഓർത്ത് സങ്കടപ്പെട്ടുകൊണ്ടിരുന്ന ശേഷിക്കുന്ന ജീവിതകാലം മുഴുവൻ സങ്കടങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതും പൗലോസ് അച്ഛൻ പറഞ്ഞു തന്നാ. എനിക്ക് സ്വന്തമായിട്ടൊന്നും പറയാനില്ലേ? എന്നാ പറയാനാ, ഒത്തിരി ഏതാണ്ടൊക്കെ പറയണമെന്നുണ്ട്, പക്ഷെ കഴിയാറില്ല. എന്നായാലും ഒരു കാര്യം സത്യ, വെറും വാക്ക് പറയണല്ല കേട്ടോ. ഇനി മുതൽ സങ്കടമായാലും സന്തോഷമായാലും കൂടെ കൂടെ ഞാനും ഉണ്ട്. കൂടെ കൂട്ടിയാ മതി. അല്ല, ഏഞ്ചലൊന്നും പറഞ്ഞില്ല?
സന്തോഷം കണ്ടു ആനിമേ. എത്ര ബർത്ത്ഡേകൾ കഴിഞ്ഞു, നമ്മൾ ഇതുവരെ ഒരു ഗിഫ്റ്റ് പോലും കൊടുത്തിട്ടില്ല നമ്മുടെ ഏഞ്ചലിന്. അല്ലേ ആനിമ? വേണം. ഈ പ്രാവശ്യം ക്രിസ്മസിന് നമുക്കൊരു ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യണം. ഇവിടെ ഇതുവരെ ആരും കണ്ടിട്ടില്ലാത്തൊരു ഫ്രോക്ക്. പിന്നെ ക്രിസ്മസ് ഡിന്നറിന് ഏഞ്ചൽ അത് അണിഞ്ഞു നിൽക്കുമ്പോൾ അവളോട് ചേർത്ത് എബിയെ നിർത്തണം. നമ്മുടെ ക്രിസ്മസ് പ്രസന്റ് വേണ്ടേ? മസി വരുന്നുണ്ട്, ചോദിക്കും. ഗുഡ് മോർണിംഗ് വസീമ, ഞാൻ പോവാണേ. ബൈ അനിമ. ചോദിക്കേ. അതെ എബി, എനിക്ക് എറണാകുളം വരെ ഒന്ന് പോണം. ഒരു ഫ്രോക്കിനുള്ള മെറ്റീരിയൽസ് വാങ്ങാനാ. അതിനെന്താ ലിസ്റ്റ് തന്നോളൂ, ഞാൻ വാങ്ങിച്ചോണ്ട് വരാം. പൊതു ഇത് നേരിട്ട് പോയി സെലക്ട് ചെയ്യേണ്ടതാ. ബസ്സിലോ ബോട്ടിലോ പോയാ തിരിച്ചെത്താൻ ലേറ്റ് ആവും. ഏഞ്ചു വയലിൻ ക്ലാസ്സിൽ നിന്ന് വരുന്നതിന് മുമ്പ് ഇങ്ങ് തിരിച്ചെത്തണം. എന്നതാ ഏഞ്ചൽ അറിയാതെ? സസ്പെൻസാ? എങ്ങനെ പോവും? ഒരു ഹെലികോപ്റ്റർ വിളിച്ചാലോ? നമുക്ക് ബൈക്കിൽ പോയാലോ? ഓ അത് പറ, അതിനാ ഈ സോപ്പല്ലേ. കൊച്ചി എന്ന സൈമണോട് ഹാഫ് ഡേ ലീവ് പറഞ്ഞിട്ട് വാ. എന്നാ അനിമ, പോണോ? വേണം. ഓക്കെ ഡൺ, റെഡി ആയിക്കോ. കേറണില്ലേ? ഞാൻ കേറണില്ല, സൈമച്ചാൻ അവിടെ കിടന്ന് തിരക്കുണ്ടാവും. എന്ന് ലോഡ് തന്നെ ദിവസം. എവിടെ പോയിട്ട് വരണേണ് രണ്ടാളും? പട്ടാപ്പലാവുമ്പോ ആരും സംശയിക്കില്ലല്ലോ. കൊള്ളാൻ പൊന്നു മോനെ രാജകുമാരി. ദേ വില കുറച്ച് വിൽക്കാൻ നിക്കണ്ടാ, ഇത് മുന്തിയ. ഇങ്ങനെ വെയിലും കൊണ്ട് ഈ ബൈക്കൊക്കെ നടക്കണ വല്ല കാര്യം ഉണ്ടാമൂത്തെ. നമ്മ ബെൻസുകാർ അറേഞ്ച് ചെയ്തേനല്ല. എടി നീ ഇവിടെയൊക്കെ ഇത്രയും നാളും നിധി കാക്കുന്ന ഭൂതത്തെ പോലെ കാത്തു പിടിച്ചിട്ട് ഇപ്പൊ എന്തായി? ദേ കണ്ട, നിന്റെ കണ്ണൊന്ന് തെറ്റി ഇപ്പൊ ഇവന്റെ കൂടെ ഇവിടെ ഇറങ്ങിപ്പോയത് കണ്ട. ചോദിച്ചു നോക്ക് രണ്ടുപേരും എവിടെയായിരുന്നു. നാട്ടുകാർക്കൊക്കെ ഇപ്പൊ മനസ്സിലായില്ലേ റോസ്മിനെ പെണ്ണുങ്ങളെ തനി കോണം. ഇനി ഇവിടെ കിടന്ന് ബഹളം വെക്കരുത്. കേറി പോകത്ത് പോകല്ലേ പറഞ്ഞത്. കാഴ്ച കണ്ട് മതിയായെങ്കിൽ പോയിക്കൂടെ എല്ലാവർക്കും. കൊച്ചിനിക്ക് ഇട്ടോണ്ട് പോണ കണ്ടോ? എനിക്കിതൊന്നും കാണാൻ മേല. ഹായ്, 3 പേർക്കും എന്നാ കളറാ? അല്ല ഞാനും കൂടെ അങ്ങ് വരട്ടോ. അയ്യോ എന്റെ പൊന്നെ, താല്പര്യമില്ലെങ്കിൽ വേണ്ട. ആ ഇത് വളയും. ഹായ്, പോരുന്നോ രാജകുമാരി? നല്ല തണുപ്പുള്ള തല. ഇതെന്നെ ആണാന്നോ പെണ്ണാന്നോ? അയ്യോ വണ്ടിക്കാശ് മുതലായി. ഹായ്. അയ്യോ കുട്ടിയനുമായിട്ട് നടക്കുക. ഭാഗ്യവാൻ. കർത്താവേ, എന്റെ കാലം വന്നു. എന്റെ പൊന്നു കേട്ടാ കൊല്ലരുത്, ഞാൻ തിരിച്ചു പോക്കോളാം. അയ്യോ നീ ആരെ നോക്കി നടക്കണം? കൊറേ നേരമായാലും ഇവിടെയൊക്കെ ഡ്രാക്കുള കളിച്ച് ചോര പിടിച്ച് നടക്കണം. അതിന് എന്റെ ഒരു മേമ്മയുടെ മോള് എന്താന്ന്? ആ കൊച്ചിറാണി അങ്ങ് ലണ്ടനിൽ നേഴ്സാ. അവളെ അറിയാവുന്ന ചേച്ചിമാരാരെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയതാ. കർത്താവാണേ സത്യം. ഇയാള് കൊള്ളാലടാ. വണ്ടി കേറി. വണ്ടിയില് കേറി. മാധൂസിനെ കണ്ട രസം മുഴുവൻ പോയി. ആ ജോസൂഞ്ഞോ, വാ കയറി വാ. ഇതെന്താ ഇങ്ങനെ?
മേഴ്സി പേടിക്കണ്ട, ഞാൻ കലിപ്പുണ്ടാക്കാൻ വന്നല്ല. പേടിയോ? നിന്നെയോ? ഹലോ ഏഞ്ചൽ. ഹെൻറി, വാട്ട് യു വാണ്ട്? നത്തിങ്. ഞാൻ എന്റെ ഫ്രണ്ടിനെ കാണാൻ വന്നാണ്. ഏത് ഫ്രണ്ട്? എബി. ഞങ്ങ എന്നും ഹോട്ടലിൽ വെച്ച് കാണാറുണ്ട്. എന്താ ഒരു മ്യൂസിക്, നമ്മ വീണ് പോവും. മർസിമ. എബി. എബിയേ, ദാ ഫ്രണ്ട് കാണാൻ വന്നിരിക്കുന്നു. എന്റെ മാതാവേ, ഒന്നിങ്ങ് വാ മച്ചു. ഡാൻസ് കളിക്കണേടാ. ഹലോ ജോസ്, എപ്പോ വന്നു? ഹലോ എബി, ഇപ്പൊ വന്നു. എബി, ഈ ഫ്രണ്ടിനെ അറിയില്ലേ? അറിയോത്, നമ്മോട് കത്ത കമ്പനിയാണെന്ന് പറ മച്ചു. ഫ്രണ്ട്സിന്റെ മീറ്റിംഗിന് പുറത്തു മതി. പ്ലീസ് ക്ലിയർ ഔട്ട്. നല്ല പിടക്കണനുമാണ്. കാണാം. ഓർക്കെ ഓടെ വച്ചു. ഇവൻ എന്ത് പോലാടാ നിന്റെ ഫ്രണ്ട് ആയത്? ഓ, എന്നാ ഫ്രണ്ട്? പിന്നെ നീ എന്നാത്തിന് ഇവന്റെ ബൈക്കിന്റെ പുറകെ കയറി വന്നു? പിന്നെ കഴുത്തെ പിച്ചാത്തി വെച്ചോണ്ട് കേറാൻ പറഞ്ഞ ബൈക്കേലല്ല തെങ്ങേലായാലും കേറി പോകും. ഞാനങ്ങ് പേടിച്ചു. ഭാഗ്യത്തിന് ഏഞ്ചൽ വയലന്റ് ആയില്ല. ആ, വയലിനെങ്ങനെ കയ്യിലുണ്ടായിരുന്നെങ്കിൽ അത് വെച്ച് അവളൊന്ന് കൊടുത്തേനെ. അല്ല ജോസെ, എന്താ നിന്റെ ഉദ്ദേശം? ഇവിടെ ഇപ്പൊ ക്രിസ്മസ് സീസൺ ആണല്ലോ. അതിന് ക്രിസ്മസ് ആകുമ്പോ ഒരുപാട് മദാമ്മമാര് കൊച്ചി വന്ന് ഇറങ്ങുമെന്ന് അറിഞ്ഞു. കഴിഞ്ഞ തവണ വന്നപ്പോ ശേലായിട്ട് അങ്ങോട്ട് കാണാൻ ഒത്തിരി കേട്ടോ. കുര്യന്റെ കടയിൽ നിന്ന് കാശും കടം വാങ്ങിച്ചോണ്ടാ ഞാൻ പോന്നേക്കുന്നു എന്റെ കൊച്ചേ. ഈ മദാമ്മമാര് നിന്റെ പെങ്ങന്മാരൊന്നും അല്ലല്ലോ, ഇന്ത്യക്കാരല്ലയോ സഹോദരി സഹോദരന്മാര്. ഞാനും പള്ളിക്കൂടത്തിൽ പഠിച്ചിട്ടുണ്ട്. ഈ ക്രിസ്മസിന് ഞാനൊരു കലക്ക് കലക്കും. എങ്ങനെയുണ്ട്? വെരി നൈസ്. ആനിമ, അവൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇപ്പൊ വേഗം ചെല്ല്, ഞാൻ ഇപ്പൊ വരാം. ആനിമ, ഇത് എവിടെ പോയി പതുങ്ങിയിരിക്കാൻ രണ്ടാളും? എവിടെ ആനിമ? എന്താ കാര്യം? എന്താ? ആനിമ, ഇങ്ങ് വന്നേ. വാ. നീ എവിടേക്കായി കൊണ്ടുവന്നേ? വാ, കാണിച്ചു തരാം. എന്താ ഇത് കണ്ടോ? എങ്ങനെയുണ്ട്? ഇതാണ് രാജകുമാരി സ്റ്റൈൽ. എല്ലാം എബിയുടെ പ്ലാനാ. ശരിക്കും പറഞ്ഞ ഞാൻ കരുതിയില്ല ഇത്രയും ബ്യൂട്ടിഫുൾ ആവുന്നു. കൊച്ചു കൊള്ളാല്ലേ മർസിമ? അത് ശരി. അപ്പൊ പിന്നെ ഞാൻ എന്നെ ഇവിടെ പുല്ല് പറിക്കാൻ നിൽക്കാന്നോ? എബി ഇറങ്ങിയോ? ഏഞ്ചൽ എത്തിയില്ലയോ? ഓർഡർ എടുത്ത കേക്കുകൾ ഓരോരുത്തരും എത്തിക്കണ്ടേ? വരാൻ വൈകും. പോട്ടെ. എബി ഇവിടെ ഞങ്ങൾക്കൊപ്പം ക്രിസ്മസിന് ഉണ്ടാവുമെന്ന് കരുതി. ഞാനിങ്ങ് വരത്തില്ലേ മർസിമ? പപ്പാടെ ഒപ്പം കുറെ നേരം കൂടണം. ക്രിസ്മസ് ഡിന്നറിന് മുമ്പ് ഞാനും എത്തും, ഉറപ്പ്. ഞങ്ങള് വെയിറ്റ് ചെയ്യും. എബി തിരികെ വരുമ്പോ ഒരു സർപ്രൈസ് ഉണ്ടാവും ഇവിടെ. ഞങ്ങളുടെ ഒരു ക്രിസ്മസ് ഗിഫ്റ്റ്. അത് സന്തോഷത്തോടെ വാങ്ങിയാ മതി. വേഗം വാ. പോട്ടെ. കർത്താവ്, എനിക്ക് കാണാൻ വയ്യ. ഡാടാ കൊച്ചേ, ദേടാ മാധൂസ്. മാധൂസോ? ആ, മദാമ്മമാരെ എന്തിനാടാ ഇങ്ങനെ വലിച്ചു നീട്ടി വിളിക്കുന്നത്? ഞാൻ ഇനി മാധൂസിനെ വിളിക്കൂ. ഓണ പോക്ക് കണ്ടാ എന്റെ കൊച്ചേ. ചുമ്മാ ഇരിക്കണ്ടോ? ഓ, പോരാൻ നേരത്ത് യാത്ര പറഞ്ഞ് ടാറ്റ പറയാനാ ഏഞ്ചൽ പെണ്ണിനെ കിട്ടിയില്ല എന്ന് പറഞ്ഞ് എന്റെ പെക്കിട്ട് കയറുന്ന എന്തിനാ? എന്റെ കൊച്ചേ, നീ കാണിക്കുന്ന ഇഷ്ടവും സ്നേഹമൊന്നും ആ പെണ്ണിന്റെ നിന്നോടുണ്ടെന്ന് എനിക്ക് തോന്നില്ല. ഉണ്ടെങ്കിൽ നമ്മൾ പോരുന്ന നേരം നോക്കി അവള് മുങ്ങോ? അവള് കേക്ക് കൊടുക്കാൻ പോയെന്ന് അനിയമ്മ പറഞ്ഞ നീ കേട്ടല്ലേ? പിന്നെ എന്നാത്തിനാ ചുമ്മാ കുണുകുണാന്ന് പറഞ്ഞോണ്ടിരിക്കണേ? കേക്കുന്നെങ്കിൽ കേക്ക്. പ്രേമം തലക്ക് പിടിക്കുമ്പോ പെറ്റ തള്ളേനെ വരെ ആളുകൾ വേണ്ടാന്ന് പറയും. പിന്നെ ആ കരക്കാർക്ക് കൊടുക്കാനുള്ള കേക്ക് അവളിമണി വരും. ഇവിടെ നിന്ന് വേര് കിളിക്കാതെ നീ വരാൻ നോക്ക്. ബോട്ടിപ്പോ പോവും. എടാ കൊച്ചേ, നോക്കിയടാ. പോയി കാണുന്നു കരുതി. ഒരു കാര്യം മറന്നു. താങ്ക് യു. കേക്കാ അല്ലയോ? പൗലോസ് അച്ഛന് കേക്കെന്ന് വെച്ചാ ജീവനാ. സോറി, ഞാനത് എബിയുടെ പപ്പയ്ക്ക്. കേക്ക് തിന്നാനുള്ള യോഗം പൗലോസ് അച്ഛനില്ല. എന്നാടാ വാങ്ങിച്ചു. നിന്റെ അപ്പനെങ്കിലും തിന്നട്ടെ. ഇത് ജോസിന്. ഓ, പൗലോസ് അച്ഛൻ്റെ ഒരു യോഗമേ. എന്നാ യോഗ?
ഡാ കൊച്ചതെ ബോട്ട് പോവാ എന്നാ ഏഞ്ചലെ പോവുക കേട്ടോ. അടുത്ത വരവനെ കാണാം. ഹാപ്പി ക്രിസ്മസ്. താങ്ക് യു. പോട്ടെ. ഡാ കൊച്ചെ വേഗം വാടാ. ഹാപ്പി ക്രിസ്മസ് പപ്പ. ഇതാരാ പപ്പായ്ക്ക് തന്നുവിട്ടേന്ന് അറിയോ? ഏഞ്ചൽ. പപ്പായ്ക്ക് ഒത്തിരി ഇഷ്ടമാവും അവളെ, ഏഞ്ചലിനെ. ഞാൻ അവളോട് ചോദിക്കട്ടെ പപ്പ, നമ്മുടെ കൂടെ കൂടുമെന്ന്? അവക്ക് സമ്മതമായിരിക്കും അല്ലയോ? സമ്മതിക്കും. എന്നിട്ട് എല്ലാവരെയും നമുക്ക് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരണം. നമ്മുടെ ആ വീട്ടിലേക്ക് പപ്പായും ഞാനും ഏഞ്ചലും ആനിമയും മസിമയും ഒക്കെയുള്ള സന്തോഷമുള്ളൊരു വീട്, എപ്പോഴും മ്യൂസിക് മാത്രമുള്ളൊരു വീട്. നല്ല രസമായിരിക്കുമല്ലോ അപ്പ. കൊച്ചേ, എന്നതാടാ ഇത്? നിന്റെ ഏഞ്ചലിന്റെ സ്നേഹം പപ്പായ്ക്ക് മാത്രം കൊടുത്താൽ എങ്ങനാ? ഞങ്ങളും കുറെ ആളുകൾ ഇവിടെ ഉണ്ട്. അച്ഛനുള്ള കേക്ക് ഏഞ്ചൽ ഇവന്റെ കൊടുത്തായിരുന്നല്ലോ. നീ ആ കേക്ക് അച്ഛന് കൊടുത്തില്ലടാ? കേക്കോ? ഏത് കേക്ക്? കേക്കല്ല, ക്രിസ്തുമസ് കേക്ക്. നിനക്ക് എന്നാടാ കോക്കാല ഈ വിക്കിന്റെ അസുഖം തുടങ്ങിയത്? സത്യം പറയടാ, എവിടെടാ കേക്ക്? ഓ കേക്ക്, ആ കേക്കല്ലയോ? അത് പിന്നെ ബോട്ടിൽ വെച്ച് കൈതട്ടി കായലിൽ വീണത് കൊച്ചങ്ങ് മറന്നുപോയതാ. സത്യമായിട്ടും നിന്റെ ഈ തലയ്ക്ക് കീഴെയുള്ള കായലിലേക്കല്ലേ അത് പോയത്? എനിക്കറിയാവിടാ കള്ള തീരുമാനി. ഓ പിന്നെ നല്ല ഒന്നാം തരം കേക്കും കൈ വെച്ചോണ്ട് എത്ര നേരം വെച്ചാൽ മനുഷ്യൻ കുതിയടക്കിയിരിക്കുന്നത്. ആ കേക്ക് ഞാൻ അങ്ങ് തിന്നതാ. അച്ഛൻ കൊണ്ട കേസ് കൊടു. കുറ്റം പറയുന്നത് അല്ലെങ്കിൽ അച്ഛൻ പണ്ടേ സ്വഭാവം. ഇവന്റെ ഈ കൊതി എന്ത് തീരുവന്റെ കർത്താവേ. അച്ഛോ ഈ കേക്ക് എല്ലാവർക്കും നീ തന്നെ അങ്ങ് കൊടുത്തേച്ചാ മതി. അയ്യോ അത് ഞാൻ നേരെ എന്നിട്ട് വേണം ഇനി ഇത് നിന്റെ കായലിലേക്ക് തള്ളാൻ. എന്റെ മുമ്പ് കണ്ടുപോരുത്. ഒന്നാ അതും കൂടെ അച്ഛനെ കൊടുത്തേക്കടാ. അച്ഛന്റെ വയറേ കായലല്ല കടല, അറബിക്കടൽ. തിന്നട്ടെ എടാ എന്റെ മാതാ.